പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ സമ്മേളനം നൽകുന്ന പ്രഖ്യാപനങ്ങൾ, ഈ സമ്മേളനത്തിൽ നിന്ന് എന്താണ് SKSFൻ്റെയും സംസ്ഥയുടെയും അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ച വലിയൊരു ചോദ്യം നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. തങ്ങളെ അങ്ങനെ അഞ്ചാമത്തെ ഒരു സമ്മേളനം ഒരു ദേശീയ തലത്തിൽ SKSF നടത്തുന്ന കൊൽക്കത്തയിലേക്ക് നമ്മൾ മറ്റ് സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് ഒരുപക്ഷെ ചെന്നൈയും ഡൽഹിയൊക്കെ കുറേ കൂടി നമുക്ക് ആക്സസ് ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ കൊൽക്കത്ത എന്ന് പറയുന്നത് അത്ര തന്നെ നമുക്ക് ആക്സസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്രവർത്തകർ ഹാദിയുടെയൊക്കെ പ്രവർത്തകരൊക്കെ സജീവമായിട്ടുണ്ട്. ഇത്തരം ഒരു സ്ഥലത്ത് നമ്മുടെ SKSFൻ്റെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മറികടന്നത്? ഇവിടെ SKSF സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ വ്യാപിക്കുന്ന ഭാഗമായിക്കൊണ്ടാണ് SKSF ദേശീയ തലത്തിൽ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയത്. SKSFിൻ്റെ നേരിട്ടുള്ള മൂന്നാമത്തെ ദേശീയ സമ്മേളനമാണ് കൊൽക്കത്തയിൽ നടക്കുന്നത്. മൂന്നാമത്തെ ആയതുകൊണ്ട് തന്നെ നിരവധി സ്റ്റേറ്റുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഡെലിഗേറ്റ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കൽക്കത്തയിൽ നമ്മുടെ ആദ്യം ബന്ധപ്പെട്ടും ദാറുൽ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടെ മത്തീൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ സമ്മേളന വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. എന്താണ് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന എന്താണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ട വലിയ പ്രഖ്യാപനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ 17 സ്റ്റേറ്റിലുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, ഈ 300 പ്രതിനിധികൾ. അപ്പോൾ ഈ സ്റ്റേറ്റുകളിലേക്കൊക്കെ SKSFൻ്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ ദവാ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ വ്യാപിപ്പിക്കണമെന്നാണ് ഒരു രൂപരേഖ എന്തായിരിക്കും? വിദ്യാഭ്യാസ ദവാ പ്രവർത്തനങ്ങളാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് CLCL കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററുകൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചോളം CLCകൾ പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞു. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ദവാ പ്രവർത്തനങ്ങളും നടത്തുകയാണ്. ഗൾഫ് ചാപ്റ്ററുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്തും അതേപോലെയുള്ള CLCകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ദവാ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്കൂൾ സംവിധാനം നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്താനുള്ള പദ്ധതിയും ഇൻഷാ അല്ലാഹ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നേതൃത്വത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മതപരമായി ഭൗതികപരമായൊക്കെ തന്നെ വിദ്യാഭ്യാസ കരസ്ഥമാക്കൽ സൗകര്യങ്ങൾ നൽകുകയും അതിലൂടെ ധാർമ്മികപരമായ ഒരു ബോധവൽക്കരണവും അത്തരത്തിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ടുള്ളത്. UAE ഇസ്ലാമിക് സെൻറ്ററിൻ്റെ സുന്നി കൗൺസിൽ അധ്യക്ഷൻ തങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. തങ്ങളെ നിങ്ങളുടെ UAEയിലെ വലിയൊരു ടീം ഇവിടെ സന്നിഹിതരായി ഈ ഒരു അവസരത്തിൽ സംസ്ഥയുടെ ഓരോ പ്രവർത്തനങ്ങൾ പോഷക സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു ദേശീയ തലത്തിലൊക്കെ വ്യാപിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അതെങ്ങനെയാണ്? അൽഹംദുലില്ലാഹ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിൻ്റെ ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരായാലും അതിനൊരു പ്രത്യേക ബർക്കത്തുണ്ടാവും. SKSF പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നാട്ടിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഷുഹൈബ് തങ്ങളുടെ നേതൃത്വത്തിൽ UAEയിലൊക്കെ വളരെ സജീവമാണ്. നമ്മളൊക്കെ ഇപ്പോൾ വയസ്സായ ആൾക്കാരാണ്. ഇതിനെ നമുക്കെന്താ SKSFൻ്റെ കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ SKSF ചെയ്യുന്ന പ്രവർത്തനത്തിന് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യുക, വേണ്ട രൂപത്തിൽ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, നമ്മളൊരു നല്ല വാക്കുകളൊക്കെ കൊടുത്ത് സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്കൾ പറഞ്ഞത് ഞാൻ കൂടെ ചോദിക്കണം എന്ന് വിചാരിക്കുകയായിരുന്നു. കാരണം അപ്പോൾ താങ്കൾ കിട്ടും പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ ഒരു ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ പിന്നെ ശിവൈ തങ്ങൾ പോരോന്ന് ചോദിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനും പോരാ എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ ഇതിനെ സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 68 വയസ്സായ മനുഷ്യനാണ്. എന്നിരുന്നാൽ എനിക്ക് ശിവൈ തങ്ങളെ പോലെ തന്നെ ഭയങ്കര ആവേശമുള്ള ഒരവസ്ഥ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ വരാൻ വേണ്ടി തീരുമാനിച്ചതും. അതെന്നല്ല, സമസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് സംവിധാനത്തിനും സപ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു 1977 അലൈൻ സുന്നി യൂത്ത് സെൻറ്റർ തുടക്കം കുറിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആത്തിഫ ഉസ്താദ്, അബൂബക്കർ നിസാമി, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ തുടക്കം കുറിച്ച സംവിധാനം. അവരൊക്കെ ചിന്താഗതിയൊക്കെ സമസ്തക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ നമ്മളെ ബേസിക് ചിന്താഗതി അങ്ങനെ തന്നെ. അതുകൊണ്ട് സമസ്തൻ്റെ പിന്നിൽ എന്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കൽ സമസ്തയാണോ എന്നുള്ളത് ചിന്തിക്കുന്നു. അതാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആത്തിഫ ഉസ്താദൊക്കെ പഠിപ്പിച്ചത്. അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലാണ്. ഏതായിരുന്നാലും എല്ലാവരും വളരെ വലിയ ആവേശത്തിലാണ്. നമുക്ക് കൂടുതൽ സമയം നമുക്ക് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ശേഷമുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാം.